നമസ്കാരം. സഖാക്കൾക്ക് ഇപ്പോൾ അയ്യപ്പൻ വളരെ വിലപ്പെട്ട ആളാണ്. മുമ്പ് അയ്യപ്പൻ്റെ അടുത്തേക്ക് നഗ്നരായ സ്ത്രീകളെ കയറ്റി ചരിത്രം സൃഷ്ടിച്ചവരാണ് അവർ. എല്ലാ സ്ത്രീകൾക്കും തുല്യാവകാശം സൃഷ്ടിക്കാൻ വേണ്ടി നവോത്ഥാന മതിലുണ്ടാക്കി അങ്ങനെ ശബരിമലയിൽ പോലീസിൻ്റെ സഹായത്തോടെ ആണ് അവിടെ സ്ത്രീകളെ കയറ്റി. അതിന് ഏറ്റവും മുൻപന്തിയിൽ നിന്ന ആളാണ് ശങ്കർദാസും അദ്ദേഹത്തിൻ്റെ മകൻ ഹരിശങ്കർ. ഇപ്പോൾ ഹരിശങ്കറിൻ്റെ പിതാവ് ശങ്കരദാസ് ജയിലിലാണ്. അയ്യപ്പൻ്റെ ലീലാവിലാസമാണോ അല്ലാതെ എന്താണ് പറയാനുള്ളത്? ഇപ്പോൾ ഏറ്റവും അവസാനം വന്നിരിക്കുന്ന വിവരങ്ങളനുസരിച്ച് അയ്യപ്പ സംഗമത്തിൽ സഖാക്കൾക്ക് അണ്ടർവെയറും അതേപോലെ കൗബീനവും അതേപോലെ സഖാദികൾക്ക് അതേപോലെ അണ്ടർവെയറും അടിവസ്ത്രങ്ങളും അതേപോലെ ബ്രായും അടക്കം വാങ്ങാൻ വേണ്ടി അതുപോലുള്ള സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് കേട്ടോ. നമ്മൾ അയ്യപ്പ സംഗമമല്ലേ, അവിടെ പരിഷ്കരിക്കാൻ വേണ്ടി അവിടെ നവോത്ഥാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പിണറായി ദൈവത്തിൻ്റെ നേതൃത്വത്തിൽ വെള്ളാപ്പള്ളി നടേശനടക്കമുള്ള ആളുകളുടെ പരദൂഷണത്തിൽ നടത്തിയ ആ സമ്മേളനത്തിൽ പങ്കെടുത്തത് ആപ്പാടെ 10, 300, 400 പേരാണ്. പക്ഷെ 4000 പേരുടെ 5000 പേരുടെ കണക്ക് എഴുതിയെടുത്ത് അവർക്ക് ഭക്ഷണം വാങ്ങിയ വകയിൽ, കിടക്ക വാങ്ങിയതിൽ, വിരി വാങ്ങിയ വകയിൽ, അങ്ങനെ സഖാത്തികൾക്ക് ബ്രായും അണ്ടർവെയറും അടക്കം അടിവസ്ത്രങ്ങളടക്കം, കൂടാതെ സഖാക്കൾക്ക് കൗബീനവും അണ്ടർവെയറും അതുപോലുള്ള ബാഡ്ജുകളും ഒക്കെ അടക്കം അവിടെ വന്ന എല്ലാവർക്കും അവരെ ഇഷ്ടപ്രകാരമുള്ള സാധനങ്ങൾ വാങ്ങുകയും അതൊക്കെ എഴുതിയെടുക്കുകയും ചെയ്തു. ഇത് അവിടെ മേടിച്ച സാധനങ്ങളുടെ കണക്ക് പ്രകാരം 10, 4000, 5000 പേർക്കാണ് വാങ്ങിയതെങ്കിലും അവസാനം അവിടെ പങ്കെടുത്ത 10, 300, 400 പേരേ ഉള്ളൂ. കാരണം ഇത്രയധികം പരിഹസിക്കപ്പെട്ട ഒരു ചടങ്ങ്, പിണറായി വിജയൻ പങ്കെടുത്ത ചടങ്ങിൽ ഇത്രയധികം പരാജയപ്പെട്ടതും ഇത്രയധികം ദൂർത്ത് നടന്നതുമായ പരസ്യമായ ചടങ്ങ് ഇന്നുവരെ ഉണ്ടായിട്ടില്ല. അയ്യപ്പൻ്റെ പേരിൽ എന്ത് വൃത്തികേടും കാണിക്കാമെന്ന് ദേവസ്വം ബോർഡ് മന്ത്രിയായ വാസവനും മുഖ്യമന്ത്രി പിണറായി വിജയനും കാണിച്ചു തന്ന പരിപാടി ഇപ്പോൾ അതിൻ്റെ പേരിൽ കൃത്യമായിട്ട് തന്നെ ഹൈക്കോടതി കണക്ക് വിളിച്ച് ചോദിച്ചപ്പോഴാണ് ഞെട്ടിക്കുന്ന ഈ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതിനെക്കുറിച്ചിട്ട് നമ്മുടെ VD സതീശൻ പച്ചയ്ക്ക് പറയുന്ന ഒരു പത്രസമ്മേളനമുണ്ട്. അദ്ദേഹം പറയുന്നത് കേട്ട് നമ്മൾ ചിരിച്ച് മണ്ണ് കപ്പിപ്പും. അദ്ദേഹത്തിന്റെ ആ പത്രസമ്മേളനം ഒന്ന് പൂർണ്ണമായി കേൾക്കാം. അയ്യപ്പന്റെ പേരിലുള്ള മറ്റൊരു തട്ടിപ്പൂടി പുറത്തുവരികയാണ്. മുഖ്യമന്ത്രിയുടെ പടം വെച്ച് കേരളം മുഴുവൻ ഹോർഡിങ്സും ബോർഡുകളും വെച്ച ഒരു കേസിൽ ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ ഹൈക്കോടതി മര്യാദയ്ക്ക് കണക്ക് തരണം എന്ന് പറഞ്ഞ് ഡയറക്ഷൻ കൊടുത്തൊരു കേസിൽ പോലും കൊള്ളയാണ് നടന്നിരിക്കുന്നത്. കോടികളുടെ കൊള്ളയാണ് നടന്നിരിക്കുന്നത്. പരിപാടിയിൽ പങ്കെടുക്കാത്ത ആളുകളുടെ പേരിൽ എഴുതി. പണ്ട് കൊല്ലത്ത് CPM-ന്റെ ഒരു കോർപ്പറേഷൻ ഉണ്ടായിരുന്ന സമയത്ത് ഒരു കണക്ക് വന്നപ്പോൾ ഒരു കുതിരയെ കൊണ്ടുവന്നു പറഞ്ഞു ഒരു ഫെസ്റ്റിവലിന്. അപ്പോൾ കുതിരയെ കൊണ്ടുവന്ന വണ്ടി നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരു മാരുതി കാറിന്റെ നമ്പറാണ്. മാരുതി കാറിൽ കുതിരയെ കൊണ്ടുവരാൻ പറ്റില്ലല്ലോ. മാരുതി ലോക്കൽ ഫണ്ട് ഓഡിറ്റിങ്ങിന് വന്ന വിഷയമാണ്. മാരുതി കാറിൽ കുതിരയെ കൊണ്ടുവന്നു കൊല്ലത്തൊരു ഫെസ്റ്റിവലിൽ. കുതിര മാരുതി കാറിൽ കയറില്ലല്ലോ, അപ്പൊ കള്ളക്കണക്ക് എഴുതി വെച്ചേക്കുവാണ്. അതുപോലെ മാരുതി കാറിൽ കുതിരയെ കൊണ്ടുവന്നതിന് സമാനമായ നിരവധി കള്ളക്കണക്കുകളാണ്. ഈ പറയുന്ന ഈ ഭജൻ സംഘം അവിടെ പരിപാടി നടത്തിയിട്ടില്ല, അവരുടെ പേരിൽ പൈസ എഴുതി മേടിച്ചിരിക്കുക. പിന്നെ എവിടെയാണ് 4000 പേർക്ക് അവിടെ ഭക്ഷണം കൊടുത്ത്? അവിടെ എത്ര പേരുണ്ടായിരുന്നു എന്ന് മാധ്യമങ്ങൾ കണ്ടതല്ലേ? എത്ര പേരുണ്ടായിരുന്നു അവിടെ? 600 പേരായിട്ടാണ് അവിടെ ആകെ ഉണ്ടായിരുന്നത്. ഇത്രയും കൊട്ടിഘോഷിപ്പിച്ച സംഭവത്തിൽ അതിന്റെ പേരിൽ പന്തൽ തൊട്ട് മുഴുവൻ കാര്യങ്ങളിലും അഴിമതിയാണ്. കോടതി നിരീക്ഷണത്തിൽ ഇത്രയും കൊള്ള നടത്താമെങ്കിൽ ഇവർ ശബരിമലയിൽ നിന്ന് എന്തെല്ലാം അടിച്ചു മാറ്റി കാണും. വലിയ വിശദമായ അന്വേഷണമാണ് നടക്കേണ്ടത്. മുഖ്യമന്ത്രിയും അതുപോലെ ദേവസ്വം മന്ത്രിയും മുൻകൈയെടുത്ത് നടത്തിയ പരിപാടിയിൽ കൊള്ള നടത്താൻ മടിയില്ലാത്ത ആളുകളാണ് കൂടെയുള്ളത്. ദേവസ്വം ബോർഡിന്റെ മറവിൽ നടത്തിയിരിക്കുന്ന, ദേവസ്വം വകുപ്പിന്റെ മറവിൽ നടത്തിയിരിക്കുന്ന ഈ കൊള്ളയെക്കുറിച്ച് ഹൈക്കോടതി ഗൗരവതരമായി അന്വേഷിച്ച് കുറ്റക്കാരനായി നടപടിയെടുക്കുന്നതാണ്. ഇത്രയും വലിയ വിവാദം വന്നിട്ടും ഈ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പേരിൽ ഇത്രയും കോടി രൂപ കൊള്ളയടിച്ചു. അതിനുള്ള ധൈര്യം ഈ പോണ പോക്കിൽ എല്ലാം കാലിയാക്കിക്കൊണ്ട് എല്ലാം കൊള്ളയടിച്ചുകൊണ്ടുള്ള പോക്കാണ്. കിട്ടാവുന്നതെല്ലാം അടിച്ചു മാറ്റാനുള്ള പരിപാടിയാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പാഠപുസ്തക വിതരണം ഇന്ന് ആരംഭിക്കുകയാണ്. തുഗ്ലക് പരിഷ്കരണം എന്നാണ് രമേശ് ചെന്നിത്തല പറഞ്ഞിരിക്കുന്നത്. പണ്ട് ഫോട്ടോ സ്റ്റാറ്റ് എടുത്ത് കുട്ടികൾ പഠിച്ചിരുന്ന കാലത്തേക്ക് മടങ്ങി പോകണം എന്ന നിലപാട് കോൺഗ്രസിനുണ്ടോ? അതൊന്നുമല്ല. പാഠപുസ്തകങ്ങൾ വിതരണം ചെയ്യട്ടെ. ഒരു പ്രാവശ്യത്തെ ആണ് UDF ഭരണകാലത്ത് പാഠപുസ്തകത്തിന്റെ ഒരു ഡിലേ വന്നത്.
അത് അതിൻ്റെ ഓർഡർ കൊടുക്കുന്നത് സംഭവമായിട്ടുള്ള സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ടാണ്. പിന്നെ അത് ഊതി വീർപ്പിച്ച് UDF ഭരിച്ച 5 കൊല്ലവും ഫോട്ടോസ്റ്റാറ്റ് എടുത്താണ് പഠിച്ചതെന്നൊക്കെ അതൊക്കെ പ്രചരണത്തിന് വേണ്ടി പറയുന്ന കാര്യങ്ങളാണ്. ഒരു പ്രാവശ്യം വൈകി ഞാനന്ന് UDF MLA ആയിരുന്നപ്പോൾ അതിനെ വിമർശിച്ച ആളാണ്. ഒരു പ്രാവശ്യം വൈകി സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ടാണ് വൈകിയത്. ഇതിനു മുമ്പ് LDF ഭരിച്ച കാലത്തൊക്കെ വൈകിയിട്ടുണ്ട്. സമയത്ത് പുസ്തകം കൊടുക്കുന്നത് നല്ല കാര്യം. പക്ഷേ ഈ പാഠപുസ്തകങ്ങളുടെ കരിക്കുലം ഫ്രെയിം ചെയ്യുന്ന കാര്യത്തിലൊക്കെ ദയനീയമായിട്ടാണ് പരാജയപ്പെട്ടത് ഈ ഗവൺമെൻറ്. ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. അതിലെല്ലാം ഭയങ്കര പരാജയമാണ്. പുസ്തകം അടിച്ചു കൊടുത്താൽ പോരല്ലോ, കാലത്തിനനുസരിച്ചുള്ള മാറ്റം പാഠപുസ്തകത്തിൽ വരുത്തണ്ടേ. സിലബസിൻ്റെ കരിക്കുലം ഒക്കെ ഫ്രെയിം ചെയ്യുന്നതിൽ ദയനീയമായ പരാജയമാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ ഉണ്ടായിരിക്കുന്നത്. പ്രോപ്പറായിട്ട് ചെയ്തിട്ടില്ല. അത് വലിയ കംപ്ലൈൻ്റ് ആണുള്ളത്. അത് പണ്ട് മുതലേ കൊടുത്തുകൊണ്ടിരിക്കുന്ന പാഠപുസ്തകം പ്രിന്റ് ചെയ്ത് കൊടുക്കുന്നു എന്നുള്ളത് ക്രെഡിറ്റ് ആയിട്ട് എടുക്കണ്ട. കൊടുത്താൽ നല്ല കാര്യം, ഞാനതിനെ വിമർശിക്കുകയൊന്നുമില്ല.